നമസ്കാരം, ഞാൻ ഉന്മേഷ് വിരാമൻ. ഗൾഫ് ഫോക്കസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. വ്യാജ തൊഴിൽ റിക്രൂട്ട്മെന്റിനെതിരെ ശക്തമായ നടപടിയുമായി UAE. വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തിയ 55 സ്ഥാപനങ്ങൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. UAE ടെലികമ്മ്യൂണിക്കേഷൻസ് ആൻഡ് ഡിജിറ്റൽ ഗവൺമെന്റ് റെഗുലേറ്ററി അതോറിറ്റിയുമായി ചേർന്ന് തൊഴിൽ മന്ത്രാലയത്തിൻ്റെതാണ് നടപടി. രാജ്യത്ത് തൊഴിൽ മന്ത്രാലയത്തിന് അനുമതിയില്ലാത്ത നിയമന നടപടികളാണ് അധികൃതർ കണ്ടെത്തിയത്. ഇത്തരത്തിൽ വ്യാജ റിക്രൂട്ട്മെന്റ് നടത്തിയ 55 സ്ഥാപനങ്ങൾ കണ്ടെത്തിയതായും നടപടിയെടുത്തതായും അധികൃതർ അറിയിച്ചു. അതോടൊപ്പം ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിച്ച 5 സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ അനധികൃതമായി സ്ഥാപനം നടത്തിയ പ്രതികൾക്ക് 1 വർഷം തടവും 2 ലക്ഷം മുതൽ 10 ലക്ഷം ദിർഹം വരെ പിഴയും ലഭിക്കും. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തൊഴിൽ വാഗ്ദാനം ചെയ്തു വരുന്ന സ്ഥാപനങ്ങളുമായി ഇടപഴകും മുൻപ് മന്ത്രാലയത്തിന് ലൈസൻസ് ഉണ്ടെന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് ആവശ്യപ്പെട്ടു. നിയമവിരുദ്ധമായ ഇത്തരം നടപടികൾ ശ്രദ്ധയിൽപ്പെട്ടാൽ 600-59-00-00 എന്ന കോൾ സെന്റർ വഴിയോ മന്ത്രാലയത്തിന്റെ സ്മാർട്ട് ആപ്ലിക്കേഷൻ വഴിയോ വിവരം അറിയിക്കണമെന്നും അധികൃതർ പൊതുജനങ്ങളോട് നിർദ്ദേശിച്ചു. 24 ദുബായ്. ഇന്റർനാഷണൽ പ്രോ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പിനൊരുങ്ങി ദുബായ്. ഈ മാസം 24-നാണ് മത്സരം. ദുബായ് അൽ അഹലി ക്ലബിൽ നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ, പാകിസ്ഥാൻ, റഷ്യ, അമേരിക്ക, കൊളംബിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള മുൻനിര താരങ്ങൾ പങ്കെടുക്കും. വേൾഡ് പ്രൊഫഷണൽ റെസ്ലിംഗ് ഹബ്ബാണ് സംഘാടകർ. 2 തവണ കോമൺവെൽത്ത് കിരീടം നേടിയ ഇന്ത്യയുടെ സൻഗ്രാം സിംഗും പാകിസ്ഥാന്റെ മുഹമ്മദ് സയ്യിദും തമ്മിലുള്ള മത്സരത്തിനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അബുദാബി BAPS ഹിന്ദു ക്ഷേത്രം വിശ്വാസികൾക്കായി തുറക്കാൻ ഇനി ദിവസങ്ങൾ മാത്രം. ക്ഷേത്ര സമർപ്പണത്തിനായി BAPS മുഖ്യ പുരോഹിതനും ആത്മീയ ആചാര്യനുമായ മഹൻ സ്വാമി മഹാരാജ് അബുദാബിയിലെത്തി. പശ്ചിമേഷ്യയിലെ ഏറ്റവും വലിയ ശിലാക്ഷേത്രത്തിന്റെ സമർപ്പണത്തിനാണ് രാജ്യം ഒരുങ്ങിയിരിക്കുന്നത്. BAPS മുഖ്യ പുരോഹിതനും ആത്മീയ ആചാര്യനുമായ മഹന്ത് സ്വാമി മഹാരാജ് ക്ഷേത്ര സമർപ്പണ ചടങ്ങുകളിൽ പങ്കെടുക്കാൻ UAEയിലെത്തി. UAE മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ, ലുലു ഗ്രൂപ്പ് ചെയർമാൻ MA യൂസഫ് അലി തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. UAEയുടെ പരമ്പരാഗത വാദ്യഘോഷങ്ങളുടെയും നൃത്തത്തിന്റെയും അകമ്പടിയോടെയായിരുന്നു സ്വീകരണം. ഫെബ്രുവരി 14-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ക്ഷേത്രം സമർപ്പിക്കും. അബുദാബി ദുബായ് ഹൈവേയിലെ അബു മുറൈഖയിൽ UAE സർക്കാർ സൗജന്യമായി നൽകിയ 27 ഏക്കർ സ്ഥലത്താണ് ക്ഷേത്രം നിർമ്മിച്ചത്. 24 ദുബായ്. തനിമ കുവൈറ്റ് 2023 പേൾ ഓഫ് ദ സ്കൂൾ അവാർഡുകൾ വിതരണം ചെയ്തു. കുവൈറ്റിലെ 25 ഇന്ത്യൻ സ്കൂളുകളിൽ നിന്ന് പാഠ്യേതര വിഷയങ്ങളിൽ മികവ് തെളിയിച്ച 25 വിദ്യാർത്ഥികൾക്കാണ് സമ്മാനം നൽകിയത്. യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂളിലെ 7ാം ക്ലാസ് ഉന്നത വിജയിക്കുള്ള ബിനി ആന്റണി മെമ്മോറിയൽ അവാർഡും വിതരണം ചെയ്തു. കുവൈറ്റിന്റെ മുൻ അന്താരാഷ്ട്ര വോളിബോൾ താരം ഹാലിദ് അൽ മുതൈരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സിറ്റി ഗ്രൂപ്പ് കമ്പനി CEO ധീരജ് ഭരദ്വാജ് മുഖ്യപ്രഭാഷണം നടത്തി. ബാബുജി ബത്തേരി, അഷ്റഫ്, ദിലീപ്, വിജേഷ് വേലായുധൻ, മുബാറക് അബ്രത്ത് എന്നിവർ നേതൃത്വം നൽകി. കുവൈറ്റിൽ 53 രാജ്യങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികൾക്ക് ഓൺ അറൈവൽ എൻട്രി വിസകൾ പുനഃസ്ഥാപിക്കുന്നു. കുവൈറ്റിലെ കമ്പനികളോ സ്ഥാപനങ്ങളോ നൽകുന്ന അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് സന്ദർശക എൻട്രി വിസ അനുവദിക്കുക. കമ്പനിയുടെ പ്രവർത്തന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ യോഗ്യത പരിഗണിച്ചാകും വിസ നൽകുക. മധ്യപ്രദേശിലെ ഹർദയിൽ പടക്ക നിർമ്മാണ ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ 11 പേർക്ക് ദാരുണാന്ത്യം, 87 പേർക്ക് പരിക്കേറ്റു. അപകടത്തിൽ മുഖ്യമന്ത്രി മോഹൻ യാദവ് റിപ്പോർട്ട് തേടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചനം രേഖപ്പെടുത്തി. ഇന്ന് രാവിലെയാണ് മധ്യപ്രദേശിലെ ഹർദയിലെ പടക്ക ഫാക്ടറിയിൽ വൻ തീപിടുത്തമുണ്ടായത്. പൊട്ടിത്തെറി ഏറെ നേരം നീണ്ടുനിന്നു. സ്ഫോടനത്തിന്റെ തീവ്രതയെ തുടർന്ന് കിലോമീറ്ററുകളോളം ദൂരെ പ്രകമ്പനം അനുഭവപ്പെട്ടു. ഏറെ നേരം കഴിഞ്ഞാണ് രക്ഷാപ്രവർത്തനം ആരംഭിച്ചത്. 60ഓളം വീടുകളും നിരവധി വാഹനങ്ങളും തകർന്നു. പ്രദേശത്തെ 100ഓളം വീടുകളിൽ നിന്ന് താമസക്കാരെ ഒഴിപ്പിച്ചു. സംസ്ഥാന ദുരന്ത നിവാരണ സേനയുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം തുടരുന്നു. ദേശീയ ദുരന്ത നിവാരണ സേനയുടെ സഹായം തേടിയതായി ജില്ലാ കളക്ടർ ഋഷി ഗാർഗ് അറിയിച്ചു. മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് വിശദാംശങ്ങൾ തേടി. അപകടം നടക്കുമ്പോൾ 150ഓളം തൊഴിലാളികൾ പരിസരത്തുണ്ടായിരുന്നുവെന്ന് രക്ഷപ്പെട്ട ഫാക്ടറി തൊഴിലാളികൾ പറഞ്ഞു. പരിക്കേറ്റവരെ ഭോപ്പാൽ ഇൻഡോർ മെഡിക്കൽ കോളേജുകളിൽ പ്രവേശിപ്പിക്കും. പ്രദേശത്തേക്ക് കൂടുതൽ രക്ഷാപ്രവർത്തകരെയും മെഡിക്കൽ സംഘങ്ങളെയും അയച്ചു. അപകടത്തിൽ മരിച്ചവരുടെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ 4 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു. 24 ഡൽഹി.
സംസ്ഥാനത്ത് സ്വകാര്യ സർവകലാശാലകളും വിദേശ സർവകലാശാലകളും അനുവദിക്കുന്ന ബജറ്റ് നിർദ്ദേശം തള്ളി ഇടത് വിദ്യാർത്ഥി സംഘടനകൾ. വിദേശ സർവകലാശാലകളുടെ കടന്നുവരവിൽ കടുത്ത ആശങ്കയുണ്ടെന്ന് SFI വ്യക്തമാക്കി. സ്വകാര്യ സർവകലാശാലകളെ സർക്കാർ നിയന്ത്രിക്കണമെന്നും SFI ആവശ്യപ്പെട്ടു. പുതിയ നിർദ്ദേശങ്ങൾ LDFന്റെ പ്രഖ്യാപിത നീക്കത്തിന് വിരുദ്ധമാണെന്ന് AISF ആരോപിച്ചു. അതേസമയം സ്വകാര്യ മൂലധനത്തെ CPIയും ഒരു കാലത്തും എതിർത്തിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. ബജറ്റിന് പിന്നാലെ തുടർ നടപടികളുമായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മുന്നോട്ടു പോവുകയാണ്. പുതിയ സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കുന്നതിലൂടെ കേരളത്തെ ഉന്നത വിദ്യാഭ്യാസ ഹബ്ബാക്കി മാറ്റുകയാണ് സർക്കാർ ലക്ഷ്യം. ശക്തമായ നിയന്ത്രണത്തിലായിരിക്കും പ്രവർത്തനം. ചില സ്വകാര്യ സർവകലാശാലകൾ സർക്കാരുമായി ചർച്ച നടത്തി. പ്രത്യേക സ്ഥലം കണ്ടെത്താതെ മെച്ചപ്പെട്ട അടിസ്ഥാന സൗകര്യമുള്ള സ്ഥാപനങ്ങളായിരിക്കും സർവകലാശാല കേന്ദ്രങ്ങളായി മാറുക. സ്വകാര്യ വിദേശ സർവകലാശാലകളും നിക്ഷേപങ്ങളും കൊണ്ടുവരുന്നത് നയംമാറ്റമല്ലെന്ന് മന്ത്രി പറഞ്ഞു. നയപരമായ മാറ്റം എന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ ഊന്നല് എപ്പോഴും ഗവൺമെന്റ് സ്ഥാപനങ്ങൾക്കും പബ്ലിക് ഫണ്ടഡ് സ്ഥാപനങ്ങൾക്കും തന്നെയാണ്. സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ഒരു കരട് ബില്ല് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. അത് നിയമവകുപ്പെല്ലാം പരിശോധിച്ചിരിക്കുകയാണ്. സ്വകാര്യ മൂലധനത്തെ അല്ല, ആഗോളവത്കരണത്തെയാണ് CPIM എതിർത്തതെന്ന് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വിശദീകരണം. ഞങ്ങൾ ആഗോളവൽക്കരണത്തെയാണ് എതിർത്തത്. സ്വകാര്യ മൂലധനത്തെ ഞങ്ങൾ എതിർത്തിട്ടില്ല. അന്നും എതിർത്തിട്ടില്ല, ഇന്നും എതിർത്തിട്ടില്ല, ഇനി എതിർക്കുകയും ചെയ്യില്ല. കാരണം ഇത് മുതലാളിത്ത സമൂഹമാണ്. പിണറായി വിജയൻ ഭരണം നടത്തുന്നു എന്നുള്ളതുകൊണ്ട് ഇതൊരു സോഷ്യലിസ്റ്റ് ഭരണ സംവിധാനമാണ് എന്ന തെറ്റിദ്ധാരണയും വേണ്ട. വിദേശ സർവകലാശാലകൾ സംസ്ഥാനത്തേക്ക് വരുന്നതിൽ SFI ആശങ്ക പ്രകടിപ്പിച്ചു. ഞങ്ങളുടെ ആശങ്ക അകറ്റുന്നതാണ്. കാരണം സർക്കാർ അതിൻ്റെ അകത്തൊരു നിയന്ത്രണം വെക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷ. അല്ലെങ്കിൽ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട്. സ്വകാര്യ സർവകലാശാല കടന്നു വരുന്നതുമായി ബന്ധപ്പെട്ട് വലിയ ആശങ്കയുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ അത് നടപ്പിലാക്കുമ്പോൾ സർക്കാർ അതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ഒരു നിയന്ത്രണം നടപ്പിലാക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടും. സ്വകാര്യ സർവകലാശാലകൾ അനുവദിക്കാനുള്ള സർക്കാർ തീരുമാനം LDFന്റെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമാണെന്ന് AISF. തീരുമാനത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ സമരമെന്നും മുന്നറിയിപ്പ്. സ്വാശ്രയ സ്വകാര്യ സ്വയംഭരണ സമ്പ്രദായങ്ങളെ ചവച്ചുതുപ്പി TP ശ്രീനിവാസന്റെ മുഖത്തടിച്ച SFIയെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കാൻ CPIM തയ്യാറാകണമെന്ന് KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ ആവശ്യപ്പെട്ടു. 24 തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ സഹായിച്ചില്ലെങ്കിൽ സംസ്ഥാനത്ത് അരിവില കൂടുമെന്ന് ഭക്ഷ്യമന്ത്രി GR അനിൽ. വരുന്ന മാസങ്ങളിൽ അരിയുടെ ഉപയോഗം കൂടുമെന്നും കേന്ദ്ര സർക്കാരിന്റെ പുതിയ നയമനുസരിച്ച് ഇത് വിലവർദ്ധനവിന് കാരണമാകുമെന്നും മന്ത്രി. കേന്ദ്ര നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ച ഇന്ന് നടന്നില്ല. ഉദ്യോഗസ്ഥ തലത്തിൽ മാത്രമാണ് ചർച്ചകൾ നടന്നത്. കേന്ദ്രമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വീണ്ടും സമയം തേടും. ഫുഡ് കോർപ്പറേഷൻ ഗോഡൌണുകളിൽ അധികമുള്ള അരി കുറഞ്ഞ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഓപ്പൺ മാർക്കറ്റ് സെയിൽ സ്കീമിലെ ടെൻഡറിൽ പങ്കെടുക്കാൻ സർക്കാരിനും സർക്കാർ ഏജൻസികൾക്കും കേന്ദ്ര സർക്കാർ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. മുമ്പ് ഈ ലേലത്തിൽ പങ്കെടുത്താണ് സപ്ലൈകോ അരി വാങ്ങിയിരുന്നത്. പുതിയ നയം സ്വകാര്യ ഏജൻസികൾക്ക് കൂടുതൽ നേട്ടമുണ്ടാക്കുമെന്നും അരിയുടെ ലഭ്യത കുറയാൻ കാരണമാകുമെന്നും സംസ്ഥാന ഭക്ഷ്യമന്ത്രി GR അനിൽ പ്രതികരിച്ചു. കേന്ദ്ര ഗവൺമെന്റ് OMS സ്കീമിൽ ഗവൺമെന്റ് ഏജൻസികളോ പങ്കെടുക്കാൻ പാടില്ലെന്നുള്ള ഒരു വിലക്ക് വന്നിട്ടുണ്ട്. അത് വന്നപ്പോൾ നമ്മെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു സ്ഥിതിയാണ് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സ്വകാര്യ കച്ചവടക്കാരായിരിക്കും ഇത്തരം ഒരു സ്പേസിൽ കൂടുതൽ കടന്നു വരാൻ സാധ്യത. സംസ്ഥാനത്ത് ഉത്സവകാലത്ത് അരിയുടെ ഉപയോഗം കൂടുമെന്നും അത് വിലവർദ്ധനവിലേക്ക് നയിക്കുമെന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ് കേരളത്തിലെ പ്രധാന ഉത്സവങ്ങളെല്ലാം നടക്കുന്ന ഒരു സീസൺ. അപ്പോൾ സ്വാഭാവികമായിട്ടും അരിയുടെ ഉപയോഗം കൂടുന്ന ഒരു ഘട്ടമാണ്. OMS സ്കീമിലെ ലേലത്തിൽ സർക്കാർ പങ്കെടുക്കരുതെന്ന നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്ര ഭക്ഷ്യ സിവിൽ സപ്ലൈസ് മന്ത്രി പീയൂഷ് ഗോയലുമായി നിശ്ചയിച്ച കൂടിക്കാഴ്ച നടന്നില്ല. പാർലമെന്റുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തിരക്കുകളായിരുന്നു കേന്ദ്രമന്ത്രിക്ക്. ഉദ്യോഗസ്ഥ തലത്തിൽ നടന്ന ചർച്ചകളിൽ 7 ആവശ്യങ്ങളാണ് കേരളം മുന്നോട്ട് വച്ചത്. 24 ഡൽഹി. സംസ്ഥാന ബജറ്റിൽ കടുത്ത അതൃപ്തിയുമായി CPI. പാർട്ടി കൈകാര്യം ചെയ്യുന്ന വകുപ്പുകളോട് അവഗണന എന്നാണ് പരാതി. LDF യോഗത്തിൽ വിഷയം ഉന്നയിക്കാനാണ് തീരുമാനം. പ്രശ്നം മുഖ്യമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരുമെന്ന് മന്ത്രിമാരായ GR അനിലും J ചിഞ്ചുറാണിയും പ്രതികരിച്ചു. സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് വിൽപ്പന കുറഞ്ഞ ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാൻ സപ്ലൈകോ നടപടി തുടങ്ങി. ബജറ്റിൽ CPI മന്ത്രിമാരുടെ വകുപ്പുകൾക്ക് മതിയായ വിഹിതം അനുവദിക്കാത്തത് മുന്നണി മര്യാദകൾക്ക് നിരക്കാത്ത സമീപനമെന്നാണ് നേതാക്കളുടെ പരാതി. അടുത്ത LDF യോഗത്തിൽ CPI വിഷയം ഉന്നയിക്കും. മുന്നണിക്കകത്തും മന്ത്രിസഭയിലും വിഷയം സംസാരിക്കുമെന്നും ധനമന്ത്രിയുമായി ചർച്ച നടത്തുമെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. ഓരോ വകുപ്പിൻ്റെയും പ്രവർത്തനങ്ങളെ സംബന്ധിച്ചും അതിൻ്റെ ആവശ്യങ്ങളെ സംബന്ധിച്ചും ബന്ധപ്പെട്ട മന്ത്രിമാർ തമ്മിലും ശ്രദ്ധയിൽപ്പെടുത്തുന്ന രീതി നമുക്കുണ്ടല്ലോ. അതല്ലാതെ ഒരു പരസ്യ പ്രതികരണം അതിന് നല്ലതല്ലെന്ന്. എന്തായാലും മന്ത്രി എന്ന നിലയിൽ ഞാൻ അത്തരം വിഷയങ്ങൾ ധനകാര്യമന്ത്രിയുമായി ആവശ്യമായ ചർച്ച നടത്തും.
ബജറ്റ് വിഹിതം വെട്ടിക്കുറച്ചതിൽ മുഖ്യമന്ത്രിയെയും ധനകാര്യമന്ത്രിയെയും നേരിൽ കണ്ട് പ്രതിഷേധമറിയിക്കുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണിയും പ്രതികരിച്ചു. ഏതായാലും ഞങ്ങൾ നേരിട്ട് ഫിനാൻസ് വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയോട് ഈ വിവരം പറയുന്നുണ്ട്. കാരണം ക്ഷീരമേഖലകളിൽ കുറച്ചധികം പാവപ്പെട്ട ക്ഷീര കർഷകരെ സഹായിക്കുന്ന തരത്തിലുള്ള സ്കീമുകളും പദ്ധതികളുമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൽ കുറവ് വന്നാൽ പാലുൽപാദനത്തിൽ നമുക്ക് കുറവ് വരും. അതേസമയം കൃഷി വകുപ്പിന് അർഹിക്കുന്ന പരിഗണന ലഭിച്ചെന്ന മന്ത്രി പി പ്രസാദ്. CPI മന്ത്രിമാർ പരാതി നൽകിയതിനെക്കുറിച്ച് അറിയില്ലെന്നും മന്ത്രി. വർധനവ് ചില മേഖലയിലെല്ലാം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് കുട്ടനാടിനെ അങ്ങ് തഴഞ്ഞു എന്ന് പറയുന്നത് ഒട്ടുമേ ശരിയല്ല. മന്ത്രി ചെയ്യാനെങ്കിൽ ഒരു കത്തയച്ചതായിട്ട് അദ്ദേഹത്തോടല്ലേ ചോദിക്കുന്നത്. ബജറ്റിൽ പ്രതീക്ഷിച്ച വിഹിതം കിട്ടാത്തതിനെ തുടർന്ന് ഔട്ട്ലെറ്റുകൾ അടച്ചുപൂട്ടാനൊരുങ്ങിയാണ് സപ്ലൈകോ. വരുമാനവും വിൽപ്പനയും കുറവുള്ള ഔട്ട്ലെറ്റുകൾ കണ്ടെത്താൻ സപ്ലൈകോയ്ക്ക് ഭക്ഷ്യവകുപ്പ് നിർദ്ദേശം നൽകി. ഇത്തരം ഔട്ട്ലെറ്റുകൾ നടത്തിക്കൊണ്ടുപോകുന്നത് കനത്ത നഷ്ടമെന്നാണ് സപ്ലൈകോയുടെ നിലപാട്. സബ്സിഡി സാധനങ്ങൾ ഇല്ലാത്തതിനാൽ ജനങ്ങൾ ഔട്ട്ലെറ്റുകളിൽ എത്തുന്നില്ലെന്നും സപ്ലൈകോ സർക്കാരിനെ അറിയിച്ചു. 24 തിരുവനന്തപുരം. സംസ്ഥാന ബജറ്റിന് എതിരെ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമാ മേഖലയ്ക്ക് ഗുണകരമായ ഒരു പ്രഖ്യാപനവും ബജറ്റിൽ ഇല്ല എന്നാണ് വിമർശനം. വിനോദ നികുതി നിർത്തലാക്കണം, ഷൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് ഏകജാലക സംവിധാനം വേണം, ലൊക്കേഷൻ വാടക ഏകീകരിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ സംഘടന സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിലൊന്നും അനുകൂല തീരുമാനമുണ്ടായില്ല എന്ന് നിർമ്മാതാക്കൾ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ കേരള സർക്കാർ സംഘടിപ്പിക്കുന്ന സമരത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം പങ്കെടുത്തേക്കില്ല. സംസ്ഥാന ഘടകത്തിന്റെ സമ്മർദ്ദത്തെ തുടർന്നാണ് തീരുമാനം. കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ നേരിൽ കണ്ട് ക്ഷണിക്കാൻ CPIM സമയം തേടിയിരുന്നു. ആം ആദ്മി പാർട്ടിയുടെ 2 മുഖ്യമന്ത്രിമാരും ശരത് പവാറും സമരത്തിൽ പങ്കെടുക്കും. കേന്ദ്ര സർക്കാരിന്റെ അവഗണനയെ തുടർന്ന് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മറ്റന്നാൾ ഡൽഹിയിൽ സമരം നിശ്ചയിച്ചിട്ടുള്ളത്. സംസ്ഥാനങ്ങളുടെ അവകാശങ്ങളിൽ കേന്ദ്രം കൈകടത്തുന്നുവെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. All this they have put now certain limits on the borrowing that the state governments can make, so that they are actually squeezing the state governments. And urge the central government to restore the primacy of the constitutional provisions on the union and the states relationship. കേരളത്തെ സാമ്പത്തിക പ്രതിസന്ധിയിലാക്കി സർക്കാരിനെതിരെ ജനവികാരം തിരിച്ചുവിടാനാണ് കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് LDF കൺവീനർ EP ജയരാജൻ. അർഹതപ്പെട്ട സാമ്പത്തിക സഹായങ്ങൾ, വിഹിതം, പദ്ധതി വിഹിതങ്ങൾ, പുതിയ പദ്ധതികൾ അനുവദിക്കാതെ കേരളത്തിൻ്റെ വികസനത്തിന് തടസ്സം സൃഷ്ടിക്കുന്ന ഒരു നടപടികൾ സ്വീകരിച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് ഇടതുപക്ഷ മുന്നണിക്കെതിരായി, ഗവൺമെന്റിനെതിരായി ജനവികാരം ഉണ്ടാക്കാൻ കഴിയും എന്നാണ് അവർ ധരിച്ചത്. കേരളത്തോടുള്ള കേന്ദ്രത്തിന്റെ സാമ്പത്തിക ഉപരോധം ഫെഡറൽ തത്വങ്ങൾക്കെതിരാണെന്ന് എളമരം കരീം MP. സംസ്ഥാനം ന്യായമായ അവകാശങ്ങളാണ് കേന്ദ്രത്തോട് ചോദിക്കുന്നതെന്നും അക്കാര്യം കേരളത്തിലെ കോൺഗ്രസിന് മാത്രം മനസ്സിലാകുന്നില്ലെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്യം. ഇന്ത്യയുടെ ഭാഗമായ സംസ്ഥാനങ്ങൾക്കെല്ലാം കിട്ടേണ്ട ന്യായമായ പങ്ക് ലഭിക്കണം. ആ പങ്കാണ് കാലാകാലങ്ങളായിട്ട് കേരളം ചോദിക്കുന്നത്. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ, പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് മാൻ എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുക്കും. ശരത് പവാറും എത്തും. DMK, സമാജ്വാദി, RJD എന്നീ പാർട്ടികളിൽ നിന്ന് പ്രതിനിധികളെ അയക്കാനാണ് സാധ്യത. 24 ഡൽഹി. NCP അവകാശ തർക്കത്തിൽ പാർട്ടിയുടെ സ്ഥാപക നേതാവായ ശരത് പവാറിന് തിരിച്ചടി. പാർട്ടിയുടെ പേരും ചിഹ്നവും ശരത് പവാറിന് നഷ്ടമായി. അജിത് പവാർ വിഭാഗമാണ് യഥാർത്ഥ NCP എന്നാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീർപ്പ്. 6 മാസത്തിനിടെ 10 സിറ്റിംഗുകൾ നടത്തി ഇരു വിഭാഗത്തിന്റെയും വാദം കേട്ട ശേഷമാണ് കമ്മീഷൻ തീരുമാനം. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ ശരത് പവാർ വിഭാഗത്തോട് പുതിയ പേരും ചിഹ്നവും തെരഞ്ഞെടുക്കാൻ കമ്മീഷൻ നിർദ്ദേശിച്ചു. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തെ അജിത് പവാർ സ്വാഗതം ചെയ്തു. തീരുമാനത്തിന് പിന്നിൽ അദൃശ്യ ശക്തി പ്രവർത്തിച്ചിട്ടുണ്ടെന്നും ശരത് പവാർ പാർട്ടിയെ വീണ്ടെടുക്കുമെന്നും സുപ്രിയ സുലെ പ്രതികരിച്ചു. That as expected, that adrushya shakti, there is some magic power which works, which takes such decisions. It's clearly not on merit, because merit is in Mr. Sharad Pawar's favor. പുത്തൻകുരിശിൽ യാക്കോബായ സഭാ ആസ്ഥാനത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗത്തിന് എതിരെ ഓർത്തഡോക്സ് സഭ. മുഖ്യമന്ത്രിയുടെ പ്രസംഗം ആശങ്കയ്ക്ക് വക നൽകുന്നതാണെന്ന് ഓർത്തഡോക്സ് സഭ മാധ്യമവിഭാഗം പ്രസിഡന്റ് ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് പ്രതികരിച്ചു. കുറച്ചാളുകളുടെ മാത്രം മുഖ്യമന്ത്രിയാണ് താനെന്ന് പിണറായി വിജയന് തോന്നുന്നുണ്ടെങ്കിൽ അത് അപകടം ചെയ്യും. സഭാ തർക്കത്തിൽ സുപ്രീം കോടതി വിധി നടപ്പിലാക്കാനാണ് ഭരണകർത്താക്കൾ ആർജവം കാണിക്കേണ്ടതെന്നും ഡോക്ടർ യുഹാനോൻ മാർ ദിയസ്കോറസ് പറഞ്ഞു. അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. അതല്ലാതെ ഏതെങ്കിലും കുറച്ചു പേരുടെ മുഖ്യമന്ത്രിയായിട്ട് ഒരു കാരണവശാലും പെരുമാറരുത്.
വിഘടിത വിവാഹം എന്ന് ഞങ്ങളുടെ വിളിക്കപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളുടെ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെയാണെന്നാണ് എൻ്റെ വിചാരം. പക്ഷേ അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ പലതും കാണുമ്പോൾ അദ്ദേഹം ഒരു പർട്ടിക്കുലർ ഭാഗത്തിന് മാത്രം മുഖ്യമന്ത്രിയാണ് എന്നൊരു ധാരണ ഞങ്ങൾക്കുണ്ടാകുന്നു. ശരിയോ തെറ്റോ എന്നത് വേറൊരു വിഷയം, അത് അദ്ദേഹമാണ് പറയേണ്ടത്. സുപ്രീം കോടതി വിധി വന്നിട്ട് അത് നടപ്പിലാക്കണമെന്ന് പറയേണ്ടത് കേരള മന്ത്രിസഭയാണ്. സുപ്രീം കോടതി വിധി മറികടന്ന് ചർച്ച ബില്ല് നടപ്പാക്കാൻ പാർട്ടി ആലോചിച്ചിട്ടില്ല എന്ന് CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു വിഷയം CPIM സംസ്ഥാന സെക്രട്ടറിയുമായി സംസാരിച്ചു. ഓർത്തഡോക്സ് സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും CPIM ഒപ്പമുണ്ടാകുമെന്നും KP ഉദയഭാനു പറഞ്ഞു. ഓർത്തഡോക്സ് സഭയെ സംബന്ധിച്ചിടത്തോളം ചില ആശങ്കകൾ പറയുകയുണ്ടായി. ഇന്നലത്തെ പത്രസമ്മേളനം ബിജുവിൻ്റെയും മറ്റ് തിരുമേനിമാരുടെയും പത്രസമ്മേളനത്തിന് ശേഷം ഞാൻ CPIMന്റെ സംസ്ഥാന സെക്രട്ടറിയുമായി വളരെ വിശദമായി സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക്, ഒരു നിയമനിർമ്മാണത്തിലുള്ള തീരുമാനവുമായി ഒന്നും തന്നെ പാർട്ടി തീരുമാനിച്ചിട്ടില്ല, അങ്ങനെ പോകത്തില്ല എന്നാണ് ഇന്നലെ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ കാര്യത്തിലും നമുക്ക് ഒന്നിച്ചു നീങ്ങാം, ഒരാശങ്കയും വേണ്ട. അങ്ങനെ ഒരു തീരുമാനം, നമുക്ക് ദോഷകരമായ ഒരു തീരുമാനത്തിലേക്ക് കേരളത്തിലെ ഗവൺമെൻറ് മാറില്ല എന്ന പൂർണ്ണ വിശ്വാസമാണ്. കോഴിക്കോട് കക്കാടംപൊയിലിൽ PV അൻവർ MLAയുടെ ഉടമസ്ഥതയിലുള്ള പാർക്കിന് ലൈസൻസ് ഇല്ലെന്ന് സർക്കാർ. അപേക്ഷയിലെ പിഴവ് കാരണമാണ് ലൈസൻസ് അനുവദിക്കാത്തതെന്ന് സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചു. ലൈസൻസ് ഇല്ലാതെ എങ്ങനെയാണ് പാർക്ക് പ്രവർത്തിക്കുന്നത് എന്നായിരുന്നു ഹൈക്കോടതിയുടെ ചോദ്യം. ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാനാണ് നിർദ്ദേശം. PV അൻവറിന്റെ ചിൽഡ്രൻസ് പാർക്ക് വിവാദത്തിൽ ഗൗരവതരമായ വെളിപ്പെടുത്തലാണ് ഹൈക്കോടതി മുൻപാകെ സർക്കാർ നടത്തിയത്. കോഴിക്കോട് കക്കാടംപൊയിലിലെ പാർക്കിന് ലൈസൻസ് ഇല്ലെന്നറിയിച്ച സർക്കാർ ലൈസൻസിനായി അപേക്ഷ നൽകിയിട്ടുണ്ടെന്നും അപേക്ഷയിലെ പിഴവ് കാരണം ലൈസൻസ് നൽകിയിട്ടില്ലെന്നും വ്യക്തമാക്കി. ആവശ്യപ്പെട്ട അനുബന്ധ രേഖകളും ഹാജരാക്കിയില്ലെന്നും സർക്കാർ അറിയിച്ചു. ഇതോടെ ലൈസൻസ് ഇല്ലാതെ എങ്ങനെ പാർക്ക് പ്രവർത്തിക്കുമെന്ന് ചോദിച്ച കോടതി ഇത് സംബന്ധിച്ച് നാളെ മറുപടി നൽകണമെന്നും സർക്കാരിന് നിർദ്ദേശം നൽകി. അതേസമയം പാർക്ക് അടച്ചുപൂട്ടണമെന്ന് ഹർജിക്കാർ കോടതിയോട് ആവശ്യപ്പെട്ടു. യാതൊരു ലൈസൻസുമില്ലാതെയാണ് കക്കാടംപൊയിലിലെ കുട്ടികൾക്കായുള്ള പാർക്ക് പ്രവർത്തിക്കുന്നതെന്ന് ഇതോടെ വ്യക്തമായതായും ഗുരുതരമായ ചട്ടലംഘനമാണ് ജനപ്രതിനിധി എന്ന നിലയിൽ അൻവർ നടത്തിയതെന്നുമാണ് വാദം. കുട്ടികളുടെ പാർക്ക് തുറക്കാൻ പഞ്ചായത്ത് ലൈസൻസ് ഇല്ലെന്ന വിവരാവകാശ രേഖ കേസിലെ ഹർജിക്കാരൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു. 24 കൊച്ചി. തന്റെ സ്വത്ത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടിയിട്ടില്ലെന്ന് മുൻമന്ത്രി AC മൊയ്തീൻ. ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള 27 ലക്ഷം രൂപയുടെ നിക്ഷേപം ED മരവിപ്പിക്കുകയായിരുന്നു. തുടർന്ന് വിശദാംശങ്ങൾ കൈമാറാൻ ആവശ്യപ്പെട്ടു. നിക്ഷേപത്തിന്റെ സ്രോതസ് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ED നടപടി പിൻവലിച്ചില്ലെന്നും അദ്ദേഹം പറഞ്ഞു. തുടർന്ന് അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയെ സമീപിക്കുകയായിരുന്നുവെന്ന് AC മൊയ്തീൻ വ്യക്തമാക്കി. ഇരുട്ടിൽ കരിമ്പൂച്ചിയെ തപ്പുന്നത് പോലെയാണ് ഇപ്പോഴത്തെ ED നടപടിയെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. PMLA ആക്ട് അനുസരിച്ചുള്ള അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റി എൻ്റെ പേരിലുള്ള 40 ലക്ഷം രൂപ കണ്ടുകിട്ടി എന്നുള്ള വാർത്തയാണ് ഇന്ന് തെറ്റായി പ്രചരിപ്പിക്കപ്പെട്ടത്. യാതൊരു വസ്തുതയും ഇല്ലാത്ത വാർത്തയാണ്, സത്യസന്ധമല്ലാത്ത വാർത്തയാണ്. എൻ്റെ ഒരു ബാങ്ക് അക്കൗണ്ട്, ഒരു നിക്ഷേപമോ ഇതുവരെ EDയോ അഡ്ജുഡിക്കേറ്റിംഗ് അതോറിറ്റിയോ മരവിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ അറിയിക്കുകയാണ്. പക്ഷേ EDയുടെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞ 28 ലക്ഷം രൂപയുടെ എൻ്റെ ഭാര്യയുടെയും മകളുടെയും പേരിലുള്ള അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നുള്ള വാർത്ത അറിഞ്ഞ് EDയുമായി ബന്ധപ്പെട്ടു. അപ്പോൾ അവരതിൻ്റെ നോട്ടീസ് കോപ്പി എനിക്ക് തന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ CMRL ആസ്ഥാനത്തെ 30-ഇടത്തെ വ്യവസായശാലയിലും ഇന്നും SFIO സംഘം പരിശോധന നടത്തി. ഇന്നലെ ശേഖരിച്ച രേഖകൾ പരിശോധിച്ച ശേഷമാണ് തുടർ നടപടി. ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. ഇന്നലെ പകലും രാത്രിയിലുമായി നടത്തിയ പരിശോധനകളുടെ തുടർച്ചയായാണ് ഇന്നത്തെ റെയ്ഡ്. CMRL ആസ്ഥാനത്തെ രേഖകൾ പരിശോധിച്ച സംഘം അധികൃതരിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തി. 30-ഇടത്തെ വ്യവസായശാലയിലും അന്വേഷണ സംഘമെത്തി. ഡെപ്യൂട്ടി ഡയറക്ടർ M അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള 6-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. നിലവിൽ പ്രാഥമിക പരിശോധനയാണ് SFIO നടത്തുന്നത്. തുടർന്ന് സമഗ്രമായ റിപ്പോർട്ട് കോർപ്പറേറ്റുകാര്യ മന്ത്രാലയത്തിന് കൈമാറും. ഇതിനുശേഷമാകും കേസെടുക്കുന്നതിലേക്കും ചോദ്യം ചെയ്യുന്നതിലേക്കും കടക്കുക. പൊതുമേഖലാ സ്ഥാപനമായ KSIDC, വീണയുടെ കമ്പനിയായ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലും പരിശോധനയുണ്ടാകും. മാസപ്പടിയിൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ അന്വേഷണം സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് കൈമാറി അടുത്തിടെയാണ് ഉത്തരവിറങ്ങിയത്. 24 കൊച്ചി. ഡോക്ടർ വന്ദനാദാസിന്റെ കൊലക്കേസിൽ CBI അന്വേഷണമെന്ന ആവശ്യം തള്ളി ഹൈക്കോടതി. പോലീസിന് വീഴ്ച പറ്റിയെന്ന ആക്ഷേപം തള്ളിയ ഹൈക്കോടതി CBI അന്വേഷണം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമാണെന്ന് വ്യക്തമാക്കി. ജാമ്യഹർജി തള്ളിയതിനെതിരെ പ്രതി സന്ദീപ് സുപ്രീംകോടതിയെ സമീപിക്കും.
ഡോക്ടർ വന്ദനദാസ് കൊലക്കേസിൽ പോലീസിന് വീഴ്ച പറ്റിയെന്ന ആക്ഷേപം തള്ളി ഹൈക്കോടതി. CBI അന്വേഷണം അപൂർവ സാഹചര്യങ്ങളിൽ മാത്രമെന്നും കോടതി വ്യക്തമാക്കി. പോലീസിനെ സംശയിക്കാൻ മതിയായ കാരണമില്ലെന്നും കോടതി നിരീക്ഷിച്ചു. കേസിൽ പ്രതി സന്ദീപിന്റെ ജാമ്യഹർജിയും കോടതി തള്ളി. കേസിന്റെ വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ഈ ഘട്ടത്തിൽ ജാമ്യം നൽകാനാകില്ലെന്നും വ്യക്തമാക്കിയാണ് ഹൈക്കോടതി ജാമ്യാപേക്ഷ തള്ളിയത്. വന്ദനയുടെ പിതാവ് മോഹൻദാസ് നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസാണ് വിധി പറഞ്ഞത്. പോലീസ് നിലപാടിൽ സംശയമുണ്ട്. പ്രതി സന്ദീപിന് രക്ഷപ്പെടാൻ പോലീസ് പഴുതൊരുക്കിയെന്നും ഈ സാഹചര്യത്തിൽ CBI അന്വേഷണം വേണമെന്നുമായിരുന്നു വന്ദനയുടെ മാതാപിതാക്കൾ ആവശ്യപ്പെട്ടത്. ക്രൈംബ്രാഞ്ച് ശാസ്ത്രീയമായി അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം നൽകിയ കേസിൽ CBI അന്വേഷണം ആവശ്യമില്ലെന്നായിരുന്നു സർക്കാരിന്റെ വാദം. മറ്റൊരു ഏജൻസിയുടെ അന്വേഷണം ആവശ്യമില്ലാത്ത കേസാണിതെന്നും CBI അന്വേഷിക്കേണ്ട സാഹചര്യമില്ലെന്നും CBIയും നിലപാട് വ്യക്തമാക്കിയിരുന്നു. 24 കൊച്ചി. ലിവിംഗ് ടുഗദറിനും വിവാഹമോചനത്തിനും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന ഏക സിവിൽ കോഡ് ബിൽ ഉത്തരാഖണ്ഡ് സർക്കാർ നിയമസഭയിൽ അവതരിപ്പിച്ചു. പ്രത്യേക സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയാണ് ബിൽ അവതരിപ്പിച്ചത്. പാസായാൽ രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കുന്ന ആദ്യ സംസ്ഥാനമായി ഉത്തരാഖണ്ഡ് മാറും. വിവാഹം കഴിഞ്ഞ് 1 വർഷം വരെ വിവാഹമോചനമില്ല. വിവാഹമോചനം ജുഡീഷ്യൽ നടപടികളിലൂടെ മാത്രമാകും. ലിവ് ഇൻ ടുഗദർ ബന്ധങ്ങൾക്ക് രജിസ്ട്രേഷൻ നിർബന്ധമാക്കും. ലംഘിച്ചാൽ 6 മാസം വരെ തടവും 25,000 രൂപ പിഴയും അല്ലെങ്കിൽ രണ്ടും കൂടിയോ ശിക്ഷ. വിവാഹ രജിസ്ട്രേഷനിൽ വീഴ്ച വരുത്തിയാൽ 20,000 രൂപ പിഴ ചുമത്തുമെന്നും വ്യവസ്ഥ ചെയ്യുന്നതാണ് ഉത്തരാഖണ്ഡ് ഏക സിവിൽ കോഡ് ബില്ല്. സ്ത്രീയോ പുരുഷനോ മതം മാറിയാൽ അത് വിവാഹമോചനത്തിന് കാരണമായി കണക്കാക്കാം. സ്വത്ത് സംബന്ധിച്ച് സ്ത്രീക്കും പുരുഷനും തുല്യാവകാശം ഉണ്ടായിരിക്കുമെന്നും ബില്ലിൽ പറയുന്നു. BJP MLA-മാരുടെ ജയ് ശ്രീറാം വിളികൾക്കിടെ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ബില്ല് സഭയിൽ വെച്ചു. ഭരണഘടനാ ശില്പികളുടെ പ്രതീക്ഷകൾക്കനുസൃതമായി ഇന്ത്യൻ ഭരണഘടനയുടെ 44-ാം അനുച്ഛേദത്തിന് അർത്ഥം നൽകുന്നതാണ് സർക്കാരിന്റെ നടപടിയെന്ന് ബില്ല് അവതരണത്തിന് മുന്നോടിയായി പുഷ്കർ സിംഗ് ധാമി പറഞ്ഞു. उत्तराखंड विधेयक 2024 को प्रस्तावित करने हेतु सदन की अनुज्ञा चाहता हूं. പ്രത്യേക നിയമസഭാ സമ്മേളനം വിളിച്ചാണ് സർക്കാർ ഏകീകൃത സിവിൽ കോഡ് ബില്ല് അവതരിപ്പിച്ചത്. ലോക്സഭാ തിരഞ്ഞെടുപ്പ് കൂടി മുന്നിൽ കണ്ടാണ് തിടുക്കത്തിലുള്ള നീക്കം. 24 ഡൽഹി. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാകുന്നു.